ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സീതപ്പഴം അതായത് ആത്തിച്ചക്ക ധാരാളം കായ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും ധാരാളം കായ് പറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആത്തിച്ചക്കയുടെ സീഡ് ഇട്ട് കൊടുത്ത് മുളപ്പിച്ചെടുത്ത ഒരു പ്ലാന്റാണിത്. 1 വർഷത്തിന് മുമ്പ് തന്നെ ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റാണിത്. ആദ്യം പൂവിട്ടപ്പോൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എല്ലാം തന്നെ കായായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം പൂക്കളും ഉണ്ട് അതിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടാണിത്. പലയിടങ്ങളിലും പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ആത്തിച്ചക്ക, സീതപ്പഴം എന്നിങ്ങനെയൊക്കെ. ഈ ആത്തിച്ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആത്തിച്ചക്കയ്ക്ക്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിന് വേണ്ടത് നല്ല വെയിലാണ്. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നിങ്ങളിത് നട്ട് കൊടുക്കാൻ. പിന്നെ ചെയ്യേണ്ടത്, ഇതുപോലെ തളിരിലകൾ വരുമ്പോൾ അതൊന്ന് നുള്ളിക്കൊടുക്കണം. എല്ലാ കൊമ്പിലെ തളിരിലയും ഇതുപോലെ നുള്ളിക്കൊടുത്ത് അതങ്ങ് കളയണം. അപ്പോൾ അവിടേക്ക് ഇതിൻ്റെ ആത്തിച്ചക്കയുടെ പൂവ് ഇട്ട് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചെയ്യേണ്ടത് 6 മാസം കൂടുമ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പ്ലാന്റ് ദിവസവും നനച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് പൊങ്ങിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് നിർത്തി കൊടുക്കണം ഇത്. പിന്നെ ഇതുപോലെ നമ്മൾ ഇറച്ചി കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായി പൂ കിട്ടാനൊക്കെ ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ സീഡ് ഒരു നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് കുഴിച്ചിട്ടാൽ 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും. ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞൊരു പ്ലാന്റാണിത്. ഈ ഫ്രൂട്ട് പറിക്കാറാവുമ്പോൾ അതിൽ ഒരു വെള്ള ലൈൻ പോലെ വരും. അപ്പോൾ നമുക്കിത് പറിച്ചെടുത്ത് പഴുപ്പിച്ച് കഴിക്കാവുന്നതാണ്. ഇത് വെച്ച് നമുക്ക് ഐസ്ക്രീം, ഷേക്ക് എന്നിവയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെൻ്റെ ഇത്തവണത്തെ റംബൂട്ടാൻ നന്നായിട്ട് പൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കായ് പിടിച്ച് കിട്ടണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്